പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിധിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. യോബിന്റെ പുസ്തകം 23-ാം അധ്യായം എന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസലോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസലോ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നത് ഈ വചനം ഒരു വെല്ലുവിളിയായി ഈ കാലഘട്ടത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക്, ഒന്നുകൂടെ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, ഇനി സകല ജനത്തിനും ഈ വചനം ഒരു വെല്ലുവിളിയാണ്. യോബിനെ പോലെ നമുക്ക് പറയാൻ കഴിയുമോ, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്? അങ്ങനെ പറയുവാൻ ഈ ലോകത്തിൽ ഒരു ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർ പോലുമില്ല. ഒരു സമുദായത്തിന്റെ നേതാക്കന്മാർ പോലുമില്ല. മറ്റിതര ജാതി മത ചിന്താഗതികൾ നോക്കിയാലും അവരിൽ നമ്മൾ ശ്രദ്ധിച്ചാലും എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയുന്ന മറ്റൊരു സംഘടന നേതാക്കന്മാരുമില്ല. ഇത് വളരെ കഠിനമായൊരു വചനമാണ്. വളരെ വില കൊടുക്കേണ്ട ഒരു വലിയ വെല്ലുവിളിയാണിത്. പ്രൈസലോ, ഈ വചനം നമ്മൾ വായിക്കുന്നതാണ് യോബിന്റെ 7-ാമത്തെ പ്രതിവാദമാണ്. അല്ല, ഈ വചനം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവം ഭാഗം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു യോബിനെയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഈ അധ്യായത്തിൽ ആത്മാവും ജഡവും തമ്മിലുള്ള ഭയവും അല്ലൊരിയ വിറയലും അല്ലൊരിയ ഒരു വലിയൊരു പോരാട്ടമാണ്. അല്ലേരിയ. അപ്പൊ ഇവിടെ നമ്മൾ കാണും, ദൈവസ്ഥനിൽ ചെന്ന് തന്റെ നിരപരാധിത്വം തെളിയിക്കുവാൻ യോബ് ആഗ്രഹിക്കുക. പ്രൈസലോ, സ്തോത്രം. തന്റെ സ്നേഹിതന്മാർ യോബിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ സത്യമല്ല എന്ന് ദൈവം വിധിക്കും, അല്ലേരിയ, എന്ന് അവൻ പ്രതീക്ഷിക്കുക യോബ്. പ്രൈസലോ, ദൈവം അവനെ ശോധന കഴിച്ചാലും അവൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് യോബ് പറയും. ദൈവം എന്നെ ശോധന കഴിച്ചാലും ഞാൻ പുറത്തു വരും. എന്റെ സ്നേഹിതന്മാരെല്ലാം എനിക്കെതിരെ വന്ന നാശം പറഞ്ഞിട്ടും ദോഷം പറഞ്ഞിട്ടും ദോഷമായി ചിന്തിച്ചിട്ടും അല്ലേലിയ, ദൈവം എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്ത് യോബ് പറയുക. അല്ലേലിയ. ഇവിടെ പറയുന്നത് സ്തോത്രം. അല്ലേലിയ, യോബ് തന്റെ സ്നേഹിതന്മാരോട് വാദിച്ചത് അല്ലേലിയ 7-8 വാക്യങ്ങളിൽ യോബ് പറയുന്നുണ്ട്. 4 വശത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴും ദൈവത്തെ കണ്ടെത്തുവാൻ യോബിന് കഴിയുന്നില്ല. അല്ലേലിയ. അതിന്റെ 7-8 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ, അവിടെ നേരുള്ളവൻ അവനോട് സമയം വാദിക്കുമായിരുന്നു, അവൻ സദാകാലത്തേക്കും എന്റെ ന്യായാധിപന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെ ഇല്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്ക് അവൻ പ്രവർത്തിക്കയിൽ നോക്കിയിട്ട് അല്ലേലിയ അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നില്ല. അപ്പൊ 4 വശത്തോട്ട് നോക്കിയിട്ടും അല്ലേലിയ യോബിന് ദൈവത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പൊ യോബിന്റെ ആടുമാട് കന്നുകാലികളിൽ വസ്തു സമ്പത്തുകളെല്ലാം ദാസിദാസന്മാരും മക്കളെല്ലാം നഷ്ടപ്പെട്ട് താൻ വ്രണം പിടിച്ച് മരിക്കത്തക്ക നിലയിലായിരുന്നു. ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ ദേശിച്ച് മരിച്ചു കളയാൻ പറഞ്ഞിട്ടും യോബിന്റെ സ്നേഹിതന്മാരെല്ലാം വന്ന് തന്നെ ആക്ഷേപിച്ചിട്ട് തന്നെ കുറ്റം പറഞ്ഞിട്ടും യോബ് അതരം കൊണ്ട് പാപം ചെയ്യാതെ യോബ് പറയും, എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞോളൂ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ അടക്കമോ ചോദിക്കുന്നത് കേട്ടോ. ആർക്കെങ്കിലും ഈ ഒരു വാക്യത്തിൽ പുറത്തു നിൽക്കാൻ കഴിയുമോ, എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന്? ഈ ലോകത്തിന്റെ ജടികമായ സുഖങ്ങളും അധാർമികതയും അശുദ്ധിയും കൈക്കൂലിയും അഴിമതിയും കരചന്തയും പൂഴ്ത്തിവെപ്പും പിടിച്ചുപറിയും ബലാത്സംഗവും പീഡനവും പരപുരുഷ സ്ത്രീ ബന്ധങ്ങളും എന്ന് വേണ്ട എല്ലാ അവിഹിതമായതും മദ്യവും മയക്കുമരുന്ന് ലഹരി പദാർത്ഥ സ്ഥല ചൂതാട്ടങ്ങളും കൈക്കൂലിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വെല്ലുവിളി കസേരകളി അല്ലേരിയ സഭയ്ക്കകത്ത് തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ ഗുണ്ടായുസങ്ങളും സഭയ്ക്കകത്ത് ഗുണ്ടായുസങ്ങളും മനുഷ്യന്റെ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരങ്ങളും അടങ്ങിയ അനവധി ആളുകൾ സഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ലേലിയ, സുവിശേഷ വിരോധികൾ സഭയ്ക്കകത്ത് തന്നെ സാത്താൻ താനും വെളിച്ചതൂതന്റെ വേഷം ധരിച്ച് നിൽക്കുന്ന പറഞ്ഞാൽ അനവധി വെള്ള ധരിച്ച് പ്രച്ഛന്ന വേഷധാരികളായി ഭക്തിയുടെ വേഷം ധരിച്ച് നിൽക്കുന്ന സഹോദരന്മാർ, സൗരിമാർ, ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാർ എല്ലാം എന്താണ്? അവരെല്ലാം ആട്ടും തോലണിൽ ചെന്നായ്ക്കളെ പോലെ പലരും ദൈവസഭയ്ക്ക് വിരോധമായി വ്യാപരിക്കുക.
അതിന്റെ നടുവിലാണ് ഭക്തൻ അയ്യോബ് പറയുന്നത്, എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ആർക്കെങ്കിലും ഇത് പറയാൻ കഴിയുമോ? ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുമോ? എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ പൊന്നുപോലെ ശോധന കഴിച്ചാൽ നമ്മൾ പൊന്നുപോലെ പുറത്തു വരത്തില്ല, നമ്മൾ വല്ല മുക്കുകൊണ്ടം പോലെ പുറത്തു വരും. അല്ലെ എലിയ രക്തം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. ഞാൻ യോബിന്റെ ഈ വചനം വായിച്ചപ്പോൾ, യോബ് പറഞ്ഞ സ്വഭാവം വായിച്ചപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചു. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി, എന്നോട് തന്നെ സംസാരിച്ച്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാനും ചോദിച്ചു. അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് കുറവുണ്ട് പ്രിയ സഹിത, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മൾ ഒരുപാട് പ്രതിസന്ധികളുടെ കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇയ്യോബിനെ പോലെ ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ മധ്യാകാശ വരവെങ്കിൽ നാം തള്ളപ്പെട്ടു പോകും. അല്ലേരിയ നമ്മുടെ വിശുദ്ധിയുടെ പ്രമാണം ഒരുപാട് പറയും. വിശുദ്ധിയുടെ പ്രമാണങ്ങളും വിശുദ്ധിയുടെ വാക്കുകളും വിശുദ്ധിയുടെ വേഷഭൂഷാദികളൊക്കെ അടിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുന്ന, മനുഷ്യന് മുമ്പിൽ അഭിനയിക്കുന്ന തരത്തിലുള്ള കാപട്യപരമായ അനവധി വിശ്വാസങ്ങൾ നമ്മൾ പറഞ്ഞ് അവതരിപ്പിക്കും. നമ്മൾ വേഷം കെട്ടുകാരാ, അഭിനയിക്കാരാ. ഓരോ ദിവസവും നമുക്ക് ഓരോ നാടകവീതി എന്ന് പറഞ്ഞില്ല, അതിനകത്തെ അഭിനയ നേതാക്കളാണ് നമ്മൾ എന്ത് വേഷവും കിട്ടും. അല്ലേലിയ നമ്മൾ ദൈവത്തെ കബളിപ്പിക്കുക, നമ്മൾ ദൈവത്തെ പറ്റിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ദൈവത്തെ ട്യൂഷൻ എടുക്കുന്നവരാ, ദൈവത്തെ പഠിപ്പിക്കുന്നവരാ. പക്ഷെ ഇവിടെ യോബിനെ പോലെ നമ്മൾ മടങ്ങി വരണം. യോബ് പറയുകയാണ്, അല്ലേലിയ എന്നെ ശോധന കഴിച്ചാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന്. നമുക്ക് തന്റെ ഇടത്തോടുകൂടി പറയണം, ധൈര്യത്തോടുകൂടി പറയണം, എവിടെയും പറയണം, എന്നെ ശോധന കഴിച്ച പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സുതാര്യമായിരിക്കണം. പ്രേസലോ നമ്മുടെ ജീവിതം, കുടുംബം അല്ലേലിയ സുതാര്യമായിരിക്കണം. ഭവനത്തിനകത്ത് അശുദ്ധിയുടെ മാർഗം പ്രവേശിക്കരുത്. ഭവനത്തിനകത്ത് കാപട്യം ഉണ്ടാകരുത്. കുടുംബ ജീവിതം കാപട്യമാകരുത്. അല്ലേലിയ സഭ കാപട്യമാകരുത്. സഭ നേതാക്കന്മാർ കപടധാരികളാകരുത്. അല്ലേരിയ ഇന്നത്തെ സഭയുടെ നേതാക്കന്മാരൊക്കെ കപടധാരി. ഇതൊക്കെ പ്രസംഗിച്ചു കഴിയുമ്പോഴേ ചിലർക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര നൊമ്പരമാ. അല്ലേരിയ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പരസ്യ പ്രാർത്ഥന നടത്തി. പരസ്യ പ്രാർത്ഥന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പരസ്യ പ്രാർത്ഥന അത് ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം 2 ദിവസമൊക്കെ ചെയ്യും. അതെന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അടക്കം ഒരു സഹോദരന്മാര് കമ്മിറ്റ് ഇട്ടിരിക്കുക, ഈ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന്. പിന്നെ ഏത് പ്രാർത്ഥനയെ ദൈവം കേൾക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തെ പ്രാർത്ഥനയ്ക്ക് എന്താ ഉറക്കെ പ്രാർത്ഥിച്ച പുള്ളി പറയാ കേൾക്കുന്നില്ലെന്ന്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്. ഞാൻ എന്നെ പോലെ ആയിരക്കണക്കിന് 10,000 ലക്ഷക്കണക്കിന് ജനങ്ങൾ ലോകമാണ് കഷ്ടം സഹിക്കുന്നുണ്ട് വിവിധ തലങ്ങളിൽ. അവരുടെ വേദനയും ദുഃഖം സങ്കടങ്ങളും ഞാൻ ഓരോരുത്തരും കേൾക്കുമ്പോൾ ഓരോരുത്തരോട് പറയുമ്പോൾ കേട്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടി ഒരു പരസ്യ പ്രാർത്ഥന നടത്തുക. അപ്പം പുള്ളി പറയുക ദൈവം കേൾക്കുന്നില്ലെന്ന്. പുള്ളിയാ വിധിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് ആളുകള് ദൈവസഭയ്ക്കകത്തും ക്രൈസ്തവ വിശ്വാസത്തിനകത്തും ഉണ്ടെന്നേ. അല്ലേരിയ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന, മറ്റുള്ളവരെ കുറ്റം ചാർത്തുന്ന, സ്വന്തം ജീവിതത്തിൽ ആയിരക്കണക്കിന് കുറ്റം വിധിക്കുമ്പോൾ മറ്റുള്ളവരെ പഴിചാരുന്ന അനവധി കപടതന്ത്രധാരികൾ, കുതന്ത്രധാരികൾ. അല്ലേരിയ നമ്മൾ മാനസാന്തരപ്പെടണം. ഈ ഭൂമിയിൽ നമുക്ക് ഒരിക്കൽ മാത്രമാണ് ജീവിതം, രണ്ടാമതൊരു ജീവിതമില്ല. ഒറ്റ പ്രാവശ്യം ഈ ഭൂമി ജീവിതമുള്ളൂ, രണ്ടാമതൊരു ജീവിതമല്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമി കടന്നു പോകാൻ പറ്റത്തുള്ളൂ, രണ്ടാമത് ഈ ഭൂമിയിൽ കടന്നു പോകാൻ പറ്റത്തില്ല. ഏത് സമയത്താണ് നീ മരിക്കുന്നത്, മരണം നിന്റെ മുമ്പിൽ വരുന്നത്, എപ്പോൾ നീ മരിക്കുമെന്ന് എനിക്കറിയില്ല. മരണത്തെക്കുറിച്ച് പ്രവചിക്കാൻ ഒരു ദൈവസഭയ്ക്കും ഒരു ദൈവദാസന്മാർക്കും ഒരു ക്രൈസ്തവ നേതാക്കന്മാർക്കും ഒരു സയന്റിസ്റ്റുകൾക്കോ ഡോക്ടർമാർക്കും ഒരു എഞ്ചിനീയേഴ്സിനോ ഒരു പണ്ഡിതനും മരണത്തെക്കുറിച്ച് പ്രവചിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രവചിച്ച ആരെങ്കിലും ഉണ്ടോ? ഒരുത്തനുമില്ല. പക്ഷേ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന മരണം ഏത് സമയത്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും ശ്രോതാവി. അതുകൊണ്ട് ഈ ഭൂമി ജീവിക്കുമ്പോൾ വിശുദ്ധമായി ജീവിക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് പല ഭാഗങ്ങളിലും യഹോവയായ ദൈവം പല ഭാഗങ്ങളിലും വേദപുസ്തകം എഴുതി വെച്ച്, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന്. നമ്മുടെ കർത്താവ് വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. വിശുദ്ധനും പരിശുദ്ധനുമായി ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് യഹോവയായ ദൈവം. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു. അല്ലാതെ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധനുമില്ല, ഒരു പരിശുദ്ധന്മാർ ഈ ഭൂമിയിലില്ല. പിന്നെ വിശുദ്ധനെന്ന് പരിശുദ്ധനെ സ്വയം പേരെടുത്ത് പലരും സ്വയം വിശുദ്ധന്മാരും പരിശുദ്ധന്മാരും ആയതാ. അവരെല്ലാം ഭൂമിയിൽ ഒരു അപ്പനും അമ്മയ്ക്ക് ജനിച്ചവരാ. ജന്മ പാപമേലുണ്ട്, ആദാമി പാപമുണ്ട്. ആ പാപത്തിന് പരിഹാരം വരുത്താതെ ആ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ആ മനുഷ്യനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു, ആ മനുഷ്യനെ പരിശുദ്ധനായിട്ട് മാറ്റുന്നു. പക്ഷെ ആ മനുഷ്യൻ ജന്മപാപം കൂടത്തിൽ കിടക്കുകയല്ലേ. അല്ലേ? അപ്പൊ നമ്മുടെ കർത്താവ് പറഞ്ഞു ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധനായിരിക്കണം. അതും പത്രോസ് പറയുന്നുണ്ട്. പത്രോസിന്റെ 1 പത്രോസിന്റെ ലേഖനം 1-16 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നുവെങ്കിൽ വിശുദ്ധനായിരിക്കും. ഒന്നാമത് വേദപുസ്തകം അറിയില്ല, വേദപുസ്തകം വായിക്കത്തില്ല. വേദപുസ്തകത്തെ പൂജാവസ്തു പോലെ എടുത്ത് എവിടെയെങ്കിലും തട്ടിന്റെ മുകളിൽ വെച്ചിട്ട് അവിടെ തിരിയും കത്തിച്ച് അതിനെ പൂജിക്കുക.
പല ഭവനങ്ങളിലും വേദപുസ്തകം തൊട്ട് ഉണങ്ങിയിട്ട് പോകുന്നില്ല, ദൂരെ വേദത്തെ തൊട്ട് ചുംബിക്കുക. ഇത് തൊട്ട് ഉണങ്ങാനും തൊട്ട് പുഞ്ചിക്കാനും ഇത് ഒരു പൂജാവസ്തുവായിട്ട് വെക്കാനുള്ളതല്ല വേദപുസ്തകം. വേദപുസ്തകം വായിക്കാനുള്ളതാണ്. വേദപുസ്തകം വായിക്കണം, പഠിക്കണം. വേദപുസ്തകം വായിക്കണം, പഠിക്കണം, ഗ്രഹിക്കണം, വ്യാഖ്യാനിക്കണം. അറിയത്തില്ലാത്ത കർത്താവിനോട് ചോദിക്കണം. നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, പ്രവർത്തി കൊണ്ട്, നിന്റെ സ്വന്തം അറിവുകൊണ്ട് നിനക്ക് വേദപുസ്തകം പഠിക്കാൻ പറ്റത്തില്ല. വേദപുസ്തകം പഠിക്കണമെങ്കിൽ ദൈവാത്മാവ് കൂട്ടത്തിൽ വേണം, ദൈവികമായ ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം, വിവേകം വേണം, അതിന് വിശുദ്ധി വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അശുദ്ധമായവർക്കൊന്നും വേദപുസ്തകം തുറക്കാൻ കഴിയത്തില്ല, തൊട്ട് ചുംബിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ള നിന്റെ കുഞ്ഞു കുട്ടികളെ അടക്കം നീ വചനം വായിച്ച് പഠിപ്പിച്ച് കേൾപ്പിക്കണം. അവർക്ക് സംശയങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. അല്ല, വീട്ടിനകത്ത് ഇരുന്ന് സിനിമാ കഥയല്ല പറയേണ്ടത്. സിനിമാ കഥയും അല്ലെങ്കിൽ റിയാലിറ്റി ഷോയുടെ കാര്യങ്ങളും സീരിയലിനെ കുറിച്ചല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളെ കുറിച്ച്, സിനിമാ താരങ്ങളെ കുറിച്ച്, ജനപ്രിയ നായകന്മാരെ കുറിച്ച് അല്ല പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, യേശുവിനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കണം. ഈ ലോകത്തിനടുത്ത് സംസാരിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ, ഈ ലോകത്ത് മാതൃകയുള്ള പരിശുദ്ധമായ വിശുദ്ധമായ സത്യസന്ധമായ ഒരുവനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ യേശു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഞാനീ വചനമൊക്കെ പറയുന്നത് എനിക്ക് നല്ല അനുഭവത്തിലൂടെ ഞാനതൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇയ്യോബിന്റെ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുക. ഞാൻ ഇയ്യോബിന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. എന്നെ ശോധന കഴിച്ച് ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. വളരെ കഠിനമാകട്ടോ, വളരെ കഷ്ടമാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്കറിയാം, കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ചെറുവഞ്ചികളും ബോട്ടുകളും അല്ലെങ്കിൽ കപ്പലുകളും ഒക്കെ കടലിൽ മീതെ യാത്ര ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനകത്തൊന്നും വെള്ളം കയറുന്നില്ല. വെള്ളത്തിലാണ് പടക് കിടക്കുന്നെങ്കിലും, വള്ളവും ബോട്ടോ കപ്പലോ വെള്ളത്തിലാണ് കിടക്കുന്നതെങ്കിലും, വെള്ളത്തിന് മുകളിലാണ് കിടക്കുന്നതെങ്കിലും, അത് വെള്ളത്തിന് മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെള്ളം ആ വള്ളത്തിനകത്ത് അതോ പടകിനകത്ത് പ്രവേശിക്കുന്നില്ല, അതിന് മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞതുപോലെ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകം നമ്മളിലേക്ക് പ്രവേശിക്കരുത്. ലോകത്തിന്റെ ചിന്തകൾ പ്രവേശിക്കരുത്. ലോകത്തിന്റെ ഇഷ്ടങ്ങൾ, മോഹങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരരുത്. ലോകത്തിൻ്റെതായ യാതൊരു കാപട്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരരുത്. നമ്മുടെ ഉള്ളിൽ കൃത്യം ശുദ്ധിയുള്ളതായിരിക്കണം. നമ്മുടെ ഹൃദയം ശുദ്ധിയായിരിക്കണം. നീ വില കൂടിയ സോപ്പ് തേച്ച് കുളിച്ചത് കൊണ്ടോ, വില കൂടിയ പെർഫ്യൂം ധരിച്ചത് കൊണ്ടോ, വില കൂടിയ ഏറ്റവും വലിയ കമ്പനിയുടെ വലിയ സ്വതം വലിയ ബ്രാൻഡ് ഉടുപ്പ് നീട്ടത് കൊണ്ടോ ഒന്നും നീ വിശുദ്ധനാകുന്നില്ല. ഹല്ലേലൂയ. നല്ല വാക്ക് പറഞ്ഞത് കൊണ്ടോ, നല്ല ജീവിതം നയിച്ചുകൊണ്ടോ, ദാനധർമ്മം ചെയ്തുകൊണ്ടോ, മറ്റുള്ളവരെ സഹായിച്ചത് കൊണ്ടോ ഒന്നും നീ വിശുദ്ധനാകുന്നില്ല. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടാകണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. ആരോടും കയ്പും പകയും വെച്ചുകൊണ്ടിരിക്കാതെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുള്ളൂ. ബാക്കിയെല്ലാം വേഷം കെട്ടലുകൾ ഒരുപാട് മനുഷ്യ ദൈവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നോക്കിയല്ലോ, കേരളത്തിൽ ഭാരതത്തിൽ മനുഷ്യ ദൈവങ്ങളെ എന്ന പേര് പറഞ്ഞാൽ തീരുവോ? എന്തുമാത്രം മനുഷ്യ ദൈവങ്ങളാ! അത് ചെയ്ത് ഇത് ചെയ്തു, അത് കണ്ട് ഇത് കണ്ട്, അവിടെ അത്ഭുതം ഇവിടെ അത്ഭുതം, അങ്ങനെ നടന്ന് ഇങ്ങനെ നടന്ന സത്യവാൻ ഞങ്ങൾ എന്തെല്ലാം കുതന്ത്രങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. നീ വേദപുസ്തകം വായിക്കുക. വേദപുസ്തകം വായിച്ചിട്ട് വേദപുസ്തക പ്രകാരം എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ബൈബിൾ പറയുന്ന എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ? ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പറഞ്ഞ് നീ അതിന്റെ പിന്നാലെ പോയി മനുഷ്യ ദൈവങ്ങളെ നീ ഉയർത്താതെ, ആ മനുഷ്യനെ നീ ദൈവമാക്കാതെ. ഹല്ലേലൂയ. ഇതാണ് ഏദൻ പർദീസിൽ സംഭവിച്ചതാ. മനുഷ്യനെ ദൈവമാക്കുന്ന പരിപാടി ഏദൻ പർദീസല്ലേ സംഭവിച്ചത് എന്ന് പറഞ്ഞ ആദമിനെ ഔവയോട് ആക്കി. നിങ്ങൾക്ക് കഥ അറിയാമല്ലോ. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം ആദമിനെ ഔവയോടും പറഞ്ഞ്, തോട്ടത്തിൽ നടുവിലെടുക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നാം, പക്ഷെ നടുവ് വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തോട്ടത്തിൽ നടുവിൽ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാളി മരിക്കും. ഹല്ലേലൂയ. അവൻ തിന്നുന്ന ആളി നീ മരിക്കും എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴേ കൗശലകാരയിക്കുന്ന പാമ്പ്, ഈ സാത്താൻ, ഈ പാമ്പെന്നൊക്കെ പറയുന്നത് അവന് നേരത്തെ പാമ്പ് എങ്ങനെ ഇരുന്ന് മനുഷ്യർക്ക് അറിയത്തില്ല. നമ്മളിന്ന് കാണുന്ന പാമ്പിനെ പോലെ ആയിരിക്കത്തില്ല അന്ന് നേരത്തെ പാമ്പ്. കാരണം പാമ്പിനെ ശപിച്ചതിന് ശേഷമാണ് അത് ഉരസ് കൊണ്ട് ഗമിക്കാൻ തുടങ്ങിയത്. ഉരസ് കൊണ്ട് ഗമിച്ച് നേരത്തെ പൊടി തിന്നുന്നത് കർത്താവിന്റെ ശാപം വന്നേ. പിന്നെ അതിനു മുൻപ് പാമ്പ് എങ്ങനെ ഇരുന്ന്? ഇവൻ സൂത്രക്കാരൻ, സാത്താനാണല്ലോ, സാത്താന്റെ തന്ത്രമാണല്ലോ. അവൻ ഏദൻ പർദീസിൽ വന്ന് വൃക്ഷത്തിൽ കയറിന്നിട്ട് ഔവയോട് ചോദിച്ചു, വൃക്ഷത്തിൽ ദൈവം വാസ്തവമായി ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നത് കൽപ്പിച്ചിട്ടുണ്ടോ? അവൾ പറഞ്ഞത് ഉണ്ട്. അപ്പൊ ഈ പാമ്പെന്ത് പറഞ്ഞാലോ, തിന്നാളിന്റെ കണ്ണു തുറക്കും, നീ ദൈവത്തെ പോലെയാകും. അപ്പൊ ഈ ഔവ എന്ത് ചെയ്ത്, ഇത് തിന്നാൽ എന്നെ കണ്ണു തുറക്കി, എനിക്ക് ദൈവത്തെ പോലെ ആകാമല്ലോ. അവളത് തിന്നു, അവിടെ കണ്ണ് തുറന്നു, നഗ്നത അറിഞ്ഞു, അവർ ഭർത്താവിനും കൊണ്ട് കൊടുത്തു, അവനും തിന്നു, കണ്ണ് തുറന്നു. അവർ രണ്ടുപേരും ദൈവത്തിന് പാപം ചെയ്തു, തോട്ടത്തിൽ ഒളിച്ചു.
അല്ലേ? അപ്പൊ അന്ന് തൊട്ട് പിശാച് മനുഷ്യനെ ദൈവമാക്കി തുടങ്ങിയതാ. അവളോട് പറഞ്ഞെന്താ, നീ ദൈവത്തെ പോലെ അന്ന് തുടങ്ങിയതാണ് പ്രിയ മനുഷ്യ ദൈവങ്ങളാകാൻ തുടങ്ങിയിട്ട്. ഇന്ന് മനുഷ്യ ദൈവങ്ങളുടെ എണ്ണം പെരുകിയില്ലേ? പ്രൈസലോ, ഏതെല്ലാം പേരുകളുള്ള മനുഷ്യ ദൈവങ്ങൾ. എന്നിട്ട് മനുഷ്യൻ പോയി കുമ്പിടുക. ജീവിതത്തിൽ നീ ഓർത്തണം, ദൈവത്തെ സ്തുതിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന് പകരമായിട്ട് മനുഷ്യനെ ദൈവമാക്കി മനുഷ്യന് മുമ്പിൽ നീ കുമ്പിട്ടാൽ അത് നിനക്ക് ദോഷമാ, ശാപമാണ്. അല്ലേ? ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളുടെ കടന്നുപോയി, പ്രതിസന്ധികളുടെ കടന്നുപോയി, വളരെ വേദനജനകമായ അനുഭവത്തിന്റെ ശരീരം മുഴുവൻ വ്രണം പിടിച്ച് പുഴുവരിക്കുന്നവനാണ് ഇയ്യോബ്. അല്ലേ? തന്നെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാരെല്ലാം തന്റെ കുറ്റം കൊണ്ടാണ്, ഇയ്യോബിന്റെ കുറ്റം കൊണ്ടാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചത്. നിന്റെ ജീവിത ക്രമം കൊണ്ടാണ്, ജീവിതത്തിന്റെ പരാജയം കൊണ്ട്, നിനക്ക് അടിസ്ഥാനമില്ലാത്ത, വിശ്വാസമില്ലാത്ത, വിശുദ്ധി ഇല്ലാത്ത ജീവിതം കൊണ്ടാണ് ഇയ്യോബേ നിനക്കിതെല്ലാം സംഭവിച്ചു സ്നേഹിതന്മാർ പറയുമ്പോൾ അതിനെയൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഫാമിലി സ്തോത്രം അല്ലൊരു ഏറ്റെടുത്തുകൊണ്ട് ഇയ്യോബ് കിഴക്കോട്ട് നോക്കി, അല്ലൊരു സ്തോത്രം പടിഞ്ഞാറോട്ട് നോക്കി, അവൻ വടക്കോട്ട് നോക്കി, തെക്കോട്ട് നോക്കി ദൈവത്തെ കാണാൻ. അവൻ ദൈവത്തെ കാണില്ലെങ്കിലും അവൻ പറയുക, എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും. എന്നെ കേൾക്കുന്ന സഹോദരി, നിനക്കത് ചങ്കൂറ്റത്തോടെ കൂടി പറയാൻ കഴിയും. ഞാൻ വെല്ലുവിളികളോട് നിന്നോട് ചോദിക്കുക, നിനക്കിത് പറയാൻ കഴിയുമോ? എന്നെ ശോധന പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. പ്രൈസറോ, നിന്റെ ഉള്ളിലെ കാപട്ടങ്ങൾ മലിനത നീ നീക്കിക്കണം. മലിനമായ ഒരുപാട് കാര്യം നിന്റെ ഉള്ളിൽ കിടപ്പുണ്ടെന്ന്. മലിനജലം കെട്ടിക്കിടക്കുന്നിടത്ത് നിങ്ങൾ പോയിട്ടില്ലേ? മലിനജലം കെട്ടിക്കിടക്കുന്ന അറിയത്തില്ലേ? ആ മലിനജലം കെട്ടിക്കിടക്കുന്നിടത്ത് ചെന്നാൽ കറുത്ത് അഴുകി ഇരുണ്ട് പുഴുവരിച്ച് ഈച്ചയും കൃമി അരിച്ച് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഈ മലിനജലം അല്ലേ? നമ്മൾ കണ്ടിട്ടില്ലേ? മുനിസിപ്പാലിറ്റി ഓടുകൾ, മുനിസിപ്പാലിറ്റി സ്ഥലം ചില ഇപ്പൊ നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ കോർപ്പറേഷൻ നോക്കിയാൽ അറിയാം. എറണാകുളം കോർപ്പറേഷന്റെ സൈക്കിൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നടക്കാൻ പറ്റത്തില്ല. അല്ലേ? സ്വതം അങ്ങനെ മലിനമായിട്ട് കിടക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം മലിനമായിട്ട് കിടക്കുകയാണ്. സഹോദരനെ സ്നേഹിക്കത്തില്ല, സഹോദരിയെ സ്നേഹിക്കത്തില്ല, അയൽവാസിയെ സ്നേഹിക്കില്ല, അപ്പനെ സ്നേഹിക്കത്തില്ല, അമ്മയെ സ്നേഹിക്കത്തില്ല, ബന്ധുക്കളെ സ്നേഹിക്കത്തില്ല, ഭാര്യയെ സ്നേഹിക്കത്തില്ല. ഭാര്യ എന്തെങ്കിലും ചോദിച്ചാൽ ദേഷ്യപ്പെട്ട് കനട്ട് അവളെ അട്ടിക്കുക, ചീത്ത പറയുക. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരും മക്കളെ അനുസരിക്കാത്ത അമ്മയപ്പൻ മക്കള്, നിയമത്തെ വെല്ലുവിളിക്കുന്നവർ എല്ലാം മുഴുവൻ കാപട്യമാണ്. അല്ലേ? പക്ഷെ കർത്താവ് പറയും, കർത്താവ് വരാൻ സമയമായി, യേശു വരാൻ സമയമായി. തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മധ്യാകാശത്ത് വരാൻ സമയമായി. കർത്താവ് ഈ മധ്യാകാശത്ത് വരുമ്പോൾ നീ ഇവിടെ തള്ളപ്പെട്ടു പോകരുത്. നീ തള്ളപ്പെട്ടു പോകാതെ കർത്താവ് യേശുവിനെ മധ്യാകാശം വരെ നീ എടുക്കപ്പെടണം. നീ എടുക്കപ്പെടാതെ പിന്നെ ഇവിടെ നീ ജീവിച്ചാൽ നിന്റെ അവസാനം വളരെ കഠിനമാണ്. അന്തിക്രിസ്തുവിന്റെ ഭരണകാലം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അത് വേദനാജനകമാണ്. അതുകൊണ്ട് കർത്താവിന്റെ വരവിടി ഒരുങ്ങണം. അല്ലേ? ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെ കൊണ്ട് ഒരു പുസ്തകം വായിച്ച് 2 സഹോദരിമാർ വളരെ കഠിനമായ ശോധനയിലൂടെ കടന്നുപോവുക. 2 സഹോദരിമാർ കഠിനമായ ശോധന കടന്നുപോവുക. വളരെ പ്രതികൂലങ്ങളാണ്. അല്ലെ? മുള്ളും പറക്കാരിയും നിറയപ്പെട്ട ഭൂമിയിലൂടെ അല്ലെങ്കിൽ സ്ഥലത്തൂടെ നടക്കുന്നു. എവിടെ ചവിട്ടിയാലും മുള്ളു കൊള്ളത്തക്ക വിധത്തിൽ എല്ലാ മേഖലയും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും വിമർശനങ്ങളും പോരാട്ടങ്ങളും കുടുംബത്തിനകത്തും പുറത്തുനിന്നും എല്ലാം ഈ സഹോദരിമാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 പേരും വലിയ പോരാട്ടത്തിലാണ്. ഈ വലിയ പോരാട്ടം വന്ന് അവർക്ക് അതിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയാത്ത വിധത്തിൽ ഒരു സഹോദരി അങ്ങ് തളർന്ന് ക്ഷീണിച്ച് മടുത്തു. ഈ പോരാട്ടത്തെ അതിജീവിക്കാൻ കഴിയത്തില്ല. അല്ലേറിയ അവൾ എന്ത് ചെയ്തു? വളരെ പതറി നിരാശയായി ഡിപ്രഷൻ രോഗിയായി മാറി. അല്ലേറിയ അവളെ ആ പരാജയം തകർത്ത് കളഞ്ഞു. എന്നാൽ കൂടെയുള്ള മറ്റൊരു സഹോദരി എന്ത് ചെയ്തു? തനിക്കും ഇതുപോലെയുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിന്ദകൾ അപമാനങ്ങൾ ഒക്കെ കടന്നു വന്നപ്പോൾ അതിനെന്താണ് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വീണു പോകാതെ, താനൊരു ഡിപ്രഷൻ രോഗിയായി മാറാതെ ആ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ വെല്ലുവിളികളെ അതിജീവിച്ച് എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ, നിങ്ങൾ ഒരുപാട് വെല്ലുവിളിയുടെ കടന്നു പോകേണ്ടി വരും. ഒരുപക്ഷെ നീ ജീവിതത്തിൽ ഒരുപാട് മാരകമായ രോഗത്തിന്റെ ശരീരമാസകലം ശിരസ്സോട്ട് ഉള്ളംകാലം വരെ എല്ലാം നാട്ടി നരമ്പ് ജോയിന്റുകളും പേശികളും രക്തധമനികളിലും ഒക്കെ വിവിധമായ രോഗത്തിന്റെ വരിഞ്ഞു മുറുക്കുന്നതായിരിക്കും. കടക്കെണി കാണും, സാമ്പത്തിക ഞെരുക്കങ്ങൾ കാണും, കുടുംബത്തിൽ പ്രശ്നം കാണും, കുടുംബ ജീവിതത്തിൽ പ്രശ്നം കാണും, മക്കളെ കുറിച്ച് വിവിധ നിലകളിൽ ഇത് കഷ്ടം സഹിക്കുന്നവനായിരിക്കും. പുറത്തുനിന്ന് നിനക്ക് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, അകത്തുനിന്ന് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരിക്കും. നിന്റെ നന്മയിലും നിന്റെ ഉയർച്ചയിലും നിന്റെ ജീവിതത്തിന് ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം.
അങ്ങനെ നീ ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ നീ പതറിപ്പോകാതെ നിൽക്കണം. പതറിപ്പോകാതെ നിനക്കെതിരെ കടന്നു വരും പോരാട്ടങ്ങൾ നീ അതിജീവിക്കണം. ഇന്ന് ചിലരൊക്കെ എന്ത് ചെയ്യുന്നു, വെല്ലുവിളി വരും. പണ്ടൊക്കെ എല്ലാവരും ഞാനൊക്കെ എൻ്റെ ജീവിതം കൂടെ കൂട്ടി പറയാം എപ്പോഴും. പണ്ടൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കള്ള് ഷാപ്പുണ്ട്, കൂടി അങ്ങോട്ട് ഇരും 2 കുപ്പി കള്ളം കൊണ്ടടിക്കും. എന്നിട്ട് നമ്മൾ കണ്ട് വലിയ പുള്ളിയാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരിക. നമ്മളെപ്പോലെ നേറികെട്ടവന്മാരെ, കള്ള് കുടിച്ച് നടക്കുന്നതിനെ പോലെ നേറികെട്ടവന്മാര്. പ്രശ്നമുണ്ടായി അത് പരിഹരിക്കാൻ ദൈവത്തിന് മുടക്കാലം ഉണ്ടെന്നാണ്. കള്ളുഷാപ്പിൽ നിന്ന് കള്ളുഷാപ്പുകാരനോട്ട് കള്ളം മേടിച്ചു കുടിച്ച് പിന്നെയും വീട്ടിൽ വന്ന് അങ്ങാടി തോറ്റ് അമ്മയുടെ തുറന്നില്ല ഭാര്യയുടെ പുറത്ത് കയറുമല്ല ചെയ്യുന്നത്, വായ ഇടിക്കുകയല്ല ചെയ്യുന്നത്. അല്ലേ ഇരിക്കുക സ്തോത്രം ഫ്രൈസറും ഇതൊരു നാടൻ പേട്ടനോ പറഞ്ഞു കേട്ടോ. അങ്ങനെയല്ലേ നമ്മൾ എന്നും കണ്ടോണ്ടിരിക്കുന്നതാ. അങ്ങാടി തോറ്റനെ അമ്മയോട് അല്ലേ, നാട്ടിൽ കിടന്ന് ഇടി മേടിക്കും, നാട്ടിൽ കിടന്ന് ഇടി മേടിക്കും, അടി മേടിക്കും, ചവിട്ടുമൊക്കെ മേടിക്കും. എന്നിട്ട് തീർക്കുന്ന വീട്ടിൽ വന്നിട്ട് മക്കളോടും ഭാര്യയോട് വാ, അപ്പനോടും അമ്മയോട് വാ. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ എൻ്റെ കഴിഞ്ഞകാല ജീവിതം കൂടെ കേട്ടോ. അല്ലെങ്കിൽ സ്തോത്രം, ഞാനും നിങ്ങളെ തന്നെയല്ല പറയും, എന്നെ കൂടെ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ അനുഭവങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നമ്മൾ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് കള്ള് കുടിച്ച് അതിന് പരിഹാരം ആ കള്ളിൻ്റെ ഇത് പോയി അത് വീണ്ടും നമ്മൾ പഴയതുപോലെ. എന്നാൽ വചനം പറയുന്നത് എന്താ? എഫെസ്യർ ലേഖനം 6:10-11-12 വാക്യം എന്താ പറയുന്നത്? ഒടുവിൽ കർത്താവിന്റെ ഒരു അമിത ബലത്തിന് ശക്തിപ്പെടുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഒടുവിൽ കർത്താവിനും അവരുടെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു അത് അവൻ മുഖാന്തരം അവൾ മുഖാന്തരം അങ്ങനെ സംഭവം നമ്മൾ പറയും. നമ്മൾ ജഡരക്തങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തും. നമുക്ക് എന്ത് പ്രശ്നം വന്ന് നമ്മുടെ സഹോദരങ്ങളെ, ബന്ധുക്കളെ നമ്മൾ കുറ്റപ്പെടുത്തും, നമ്മുടെ അയൽവാസികളെ കുറ്റപ്പെടുത്തും. പക്ഷെ വേദപുസ്തകം പറയുന്നതാ, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ അധിപതികളോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മശക്തി, ഈ 4 അന്ധകാര ശക്തിയുള്ള നമുക്ക് പോരാട്ടം. ഇത് വ്യാപരിക്കുന്ന മനുഷ്യരുടെ ഉള്ളൂ. പ്രൈസ്. ഇങ്ങനെയൊക്കെ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു കേട്ടോ. അവിടെയാണ് യോബ് പറയുന്നത്, എന്റെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവ്, നിന്റെ ശോധന കഴിച്ചാൽ നിനക്ക് പൊന്നുപോലെ പുറത്തു വരാൻ കഴിയുമോ? നീ വായിച്ച് പഠിക്കേണ്ട യഥാർത്ഥ പുസ്തകം സത്യവേദ പുസ്തകമാണ്. നമുക്ക് ഈ ലോകത്തിൽ യഥാർത്ഥത്തിൽ വായിച്ചു പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വെള്ളിത്തിരയിൽ കാണിച്ചു തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരുന്നത് സത്യവേദ പുസ്തകത്തിലാണ്. നീ ജനിച്ച നാളെ തൊട്ട്, നീ ഒന്നുകൂടെ പറഞ്ഞു, നീ ജനിക്കുന്നതിന് മുമ്പ് തൊട്ട് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ 139 സംഗീതം വായിച്ചാൽ കാണാൻ കേട്ടോ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ തൊട്ട് ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യം വരെ നിന്നെക്കുറിച്ച് വേദപുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേ ഇരിയ. ഞാൻ വേദപുസ്തകം വായിച്ച് മാനസാന്തരപ്പെട്ട ആളാണ് കേട്ടോ. വേദപുസ്തകം വായിച്ചിട്ടാണ് മാനസാന്തരപ്പെട്ടത്. വേദപുസ്തകം പല തവണ ഞാൻ ആവർത്തിച്ച് വായിച്ചപ്പോൾ എന്ത് ചെയ്തു, എന്നെപ്പോലൊരു കുഴ എന്നൊക്കെ പറയില്ല പണ്ട്, എന്നെപ്പോലൊരു കുഴ ലോകത്തിൽ ആരും ഇല്ലായിരുന്നു ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ നടന്ന എൻ്റെ ജീവിതത്തിനകത്തേക്ക് ക്രിസ്തു വന്നപ്പോൾ, യേശു വന്നപ്പോൾ, യേശുവിൻ്റെ സ്നേഹം വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ അഴുക്കായ ജീവിതത്തെ ഞാൻ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഞാൻ പുതിയതൊന്ന് തിരഞ്ഞെടുത്തു. പണത്തിന് വേണ്ടിയിട്ടല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിന് പ്രശ്നം, ജീവിക്കാൻ വേണ്ടിയിട്ടുമല്ല. ചിലരോട് ഇത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ പെന്തക്കോസിൽ പോയത്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല സഹോദരൻ പെന്തക്കോസിൽ പോയത്, ജീവിക്കാൻ വേണ്ടിയിട്ടല്ല കറുത്ത പുസ്തകം എടുത്തത്. അല്ലേ വിശുദ്ധമായി നടക്കാൻ വേണ്ടിയിട്ട്, വിശുദ്ധമായി ജീവിക്കാൻ വേണ്ടി, ലോകത്തെ വിട്ടിട്ട് യേശുവിനോട് കൂടെ നടക്കാൻ വേണ്ടി എന്നെ ശോധന കഴിച്ച പൊന്നുപോലെ പുറത്തു വരുന്ന യോബിനെ പോലെ ഞാനും ദൈവം എന്നെ ശോധന പൊന്നുപോലെ പുറത്തു വരണമെന്ന് ചിന്തിച്ച് ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോഴാണ്, കീഴടങ്ങി കൊടുത്തപ്പോഴാണ് ഈ പുസ്തകം എനിക്ക് അനുഗ്രഹമായി മാറിയത്. ചില ചോദിക്കും, അല്ലേ ജീവിക്കാൻ വേണ്ടി ആരും വേദപുസ്തകം എടുക്കണ്ട. അല്ലേ ജീവിക്കാൻ നിനക്ക് ആരോഗ്യമുണ്ട്, നീ പണി ചെയ്തെങ്കിൽ ജീവിച്ചാൽ മതി. പക്ഷെ നിനക്ക് വിശുദ്ധമായി ജീവിക്കണമെങ്കിൽ, വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൽ നീ ചെല്ലണമെങ്കിൽ, സ്വർഗത്തിൽ നീ ഉണ്ടാകണമെങ്കിൽ, പർദീസിൽ നീ ചെല്ലണമെങ്കിൽ, അവിടെ പിതാവ് പുത്ര പരിശുദ്ധന്മാർ കിരുവ് സാറാവുകളൊക്കെ ഉണ്ട്, അവിടെ നീ വസിക്കണമെങ്കിൽ നീ വേദപുസ്തകം തന്നെ വായിക്കണം. പ്രൈസ്. ഹല്ലേലൂയ. സ്വർഗം എന്ന് പറയുന്നത് വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ പാപികൾക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഇവിടുത്തെ പാപികൾ അല്ലെങ്കിൽ മനുഷ്യൻ 99.3% 100% പാപികളാണ്. ഫ്രീസർ 99.3 എന്ന് വന്നു കഴിയുമ്പോൾ ചിലരൊക്കെ 1% ഉണ്ടോ, ഞങ്ങളല്ല 1% ഒന്നുമില്ല, 100% പാപികളാണ്. അല്ലേ? നമ്മൾ റോമലേഖനം 3:10 ഒക്കെ വായിച്ചു നോക്കണം, 20-21 വായിച്ചു നോക്കണം. അല്ലേ? നമ്മളെല്ലാം പാപികളാ. എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ നെറ്റിക്ക് നിന്റെ പാപം എഴുതി വെച്ചിരുന്നു. നിനക്ക് നിന്റെ നെറ്റിയെ കാണാൻ പറ്റാത്തതുകൊണ്ട് നീ വായിക്കുന്നില്ലെന്നുള്ളേ ഉള്ളൂ. നീ ഒരു പാപിയാണ്. പക്ഷെ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുവിന് കഴിയും.
മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സ്വർഗ മഹിമകളെ വെടിഞ്ഞി താണ ഭൂമിയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. ആമീൻ. പഴയ നിയമ പ്രമാണങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് യാഗങ്ങളും വഴിപാടുകളും ഒക്കെ അന്നുണ്ട്. കാളയെ വെട്ടുന്നുണ്ട്, പക്ഷികളെ യാഗങ്ങൾ, അങ്ങ് ഒരുപാട് രക്തം ചൊരിയിച്ചുള്ള ഒരുപാട് യാഗങ്ങൾ അന്നുണ്ടായിരുന്നു പഴയ നിയമ പ്രമാണത്തിൽ. ഇന്നും രക്തം ചൊരിയിച്ചുള്ള യാഗങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അങ്ങനെ രക്തം ചൊരിയിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം യാഗങ്ങൾ നടത്തിയാലും നമ്മുടെ പാപത്തിന് പരിഹാരമില്ല എന്ന് സത്യവേദപുസ്തകം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പാപത്തിന് പരിഹാരം വരാതിരുന്നപ്പോഴാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. അതിനൊരു താക്കോൽ വാക്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-16 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ജീവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടുണ്ടോ. ആ വചനത്തിന്റെ സാന്നിധ്യം, ആ വചനത്തിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കി. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ഫിലിപ്പിലേഖനം 2:5 പറയുന്നത്: അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിചാരിക്കാതെ ദാസരൂപമെടുത്തെന്ന് വേഷത്തിൽ മനുഷ്യ തന്നെത്താൻ ഒഴിച്ചു ഈ ഭൂമിയിലേക്ക് വന്നു. 33 തിരുവയസ്സുകൾ ജീവിച്ചു. ഹല്ലേലൂയ. 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ സ്നാപകനാൽ യോർദാനിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് യേശുവിനെ നാമി മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസം. 40-ാം നാൾ പിശാച് അടുത്ത് വന്നിട്ട് പറഞ്ഞു: ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലപ്പമായി തീരാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. യേശു പറഞ്ഞു: മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ടും. ആവർത്തന പുസ്തകത്തിൽ നിന്ന് വാക്കിയെടുത്തങ്ങോട്ട് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ ഹല്ലേലൂയ ദൈവാലയത്തിന്റെ അഗ്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് പറഞ്ഞു: ഹല്ലേലൂയ, നീ ഇവിടുന്ന് ചാട്, നിന്നെ കാക്കണ ദൂതന്മാർ കൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പിന്നെന്ത് ചെയ്തു? ലോകത്തിൽ ഒരു ഉയർന്ന മലയെ കൂട്ടിക്കൊണ്ട്, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, എന്നെ നീ വീട് നമസ്കരിച്ചതെല്ലാം നിന്റേതാകും. അങ്ങനെ യേശു 3 പരീക്ഷകളെ അതിശക്തമായി ജയിച്ചു. സാത്താന്റെ 3 പരീക്ഷകളെ യേശു ശക്തമായി ജയിച്ചു. 33 തിരുവയസ്സിൽ 3.5 വർഷത്തെ തന്റെ പരസ്യ ശുശ്രൂഷ തന്റെ അരികിൽ വന്നവരെല്ലാം സൗഖ്യമാക്കി. പാപികൾക്ക് മനസാന്തരം കൊടുത്തു, കുരുടിന് കാഴ്ച കൊടുത്തു, ചെകിടിന് കേൾവി കൊടുത്തു, മുടന്തനെ നടത്തി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. യേശുവിന്റെ അരികിൽ വന്നവരെ എല്ലാം യേശു സൗഖ്യമാക്കി. യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും എല്ലാം സൗഖ്യം പ്രാപിച്ച്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, യേശു നമുക്ക് വേണ്ടി മരിച്ചു. റോമൻ പടയാളികളാൽ, യഹൂദന്മാരാൽ, ശാസ്ത്ര മഹാപുരോഹിതരാൽ പിടിക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ക്രൂശിതനായി. ഹല്ലേലൂയ. കാലുകൾ കാരിരുപ്പാണിയാൽ തറയപ്പെട്ടു, തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി. അവന്റെ ശരീരം ഉഴവ് ചാലുപോലെ കീറി. പടയാളികൾ മാറി മാറി ചാട്ടമാറുകൊണ്ട് അടിച്ച് അവന്റെ ശരീരത്തിന്റെ മാംസങ്ങൾ അടർന്ന് വീണു. അവന്റെ ശിരസ്സോട്ടുള്ള കാൽ വരെ രക്തം ധാരധാരയായി ഒഴുകി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ യേശു മരിച്ച മരിച്ച് അവന്റെ വിലാപ്പുറം കുത്തിത്തുറന്ന് അവസാനത്തുള്ള രക്തവും വെള്ളവും ചാടി അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. അവസാനത്തുള്ള രക്തം വരെ തന്ന് നമുക്കൊരു ജീവിതം തന്നു, നമുക്കൊരു മോചനം തന്നു, പാപത്തിന് വീണ്ടെടുക്കുന്നു. അതുകൊണ്ട് ഇന്ന് ഭൂമിയിൽ ചൊരിയുന്ന ഒരു യാഗബലി കൊണ്ട്, രക്തം കൊണ്ട്, രക്തം കൊടുത്ത് ഇന്ന് ചെയ്യുന്ന ഒരു യാഗങ്ങൾ കൊണ്ടും മോചനമില്ല കേട്ടോ. ഒരുവന്റെ രക്തം ഒഴുകി, യേശുവിന്റെ. ഭൂമിയിലുള്ള സകല രക്തങ്ങളും ഭൂമിയിൽ ചൊരിയിച്ച് ചില നിമിഷങ്ങൾ കഴിഞ്ഞ് പുഴുവരിക്കും, ക്രമീകരിക്കും, അതിന് ദുർഗന്ധമുണ്ടാകും. എന്നാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രക്തം കഴിഞ്ഞ 2025 വർഷമായി കാൽവരി ക്രൂശിൽ ഒഴുകിയ രക്തം ഇന്നും ജീവനുള്ള രക്തം. ആ ജീവനുള്ള രക്തം നമ്മെ ജീവനിലേക്ക് നയിച്ചുകൊണ്ട് ആ ദുർഗന്ധം വമിക്കുന്നതല്ല. ഞാൻ പറഞ്ഞതിന്റെ കാര്യം, നമ്മുടെ പാപത്തെ ക്ഷമിച്ചു തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം പ്രായശ്ചിത്തമായ യേശുവാണ്. അവൻ മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയില്ല. കല്ലറയിൽ ഒതുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഭരണ സംവിധാനം റോമൻ പടയാളികൾ തീരുമാനിച്ച് അവനെ കല്ലറയിൽ കൊണ്ട് വെച്ച് റോമൻ മുദ്ര വെച്ചു. പടയാളിയെ കാവൽ നിർത്തി. അല്ലേ? അവൻ 3-ാം നാൾ അതിശക്തിയോട് ഉയർത്തെഴുന്നേറ്റ് മന്നൽക്കാരിക്ക് മറിയിക്കും, അപ്പോസ്തലർക്ക് പോയി ശിഷ്യന്മാർക്കും 500 പേർക്കും 11 ശിഷ്യന്മാർക്കും പ്രത്യക്ഷമായി 40 നാളുകൾ അവർക്ക് ദൈവിക നിയോഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവൻ 40 നാൾ സ്വർഗാരോഹണം ചെയ്തു. ഇതൊക്കെ വായിക്കണം കേട്ടോ. അപ്പോസ്തലർ 1:11 കിടപ്പുണ്ട്. സ്വർഗാരോഹണം ചെയ്തു. അവൻ സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ദൂതന്മാർ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് ആരോഹണം ചെയ്ത കർത്താവ് പോയതുപോലെ മടങ്ങി വരും. എന്തിനാ നമ്മളെ ചേർക്കാൻ?
അതെ, നമ്മുടെ പാപത്തിന് പരിഹാരം യേശു മാത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, പതനം കേൾക്കുന്ന ശ്രോതാവേ, നിനക്ക് യോബിനെ പോലെ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയും. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്ന, പാപത്തിന് ശുദ്ധീകരണം തന്ന, നമുക്ക് വീണ്ടെടുപ്പ് തന്ന, രക്ഷ തന്ന, നിത്യജീവൻ തന്ന, നിത്യമായി സ്വർഗം തന്ന, നമ്മെ നരകത്തിന് വിടിവിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റിയ യേശു ക്രിസ്തുവിൽ നിനക്കൊരു വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയണം. പലരുടെയും വിശുദ്ധ ജീവിതം വാക്കുകളില്ല, അല്ലേടിയ. ആ വാക്കുകളിൽ ഈ എല്ലാം ഒന്നും പറയാൻ അറിയത്തില്ല. എല്ലാം ഒന്നും ഞാൻ പലപ്പോഴും ബൈബിൾ സംസാരിക്കുമ്പോഴേ എനിക്കൊന്നും ബൈബിൾ സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഞാനിപ്പോൾ അതേ ചെയ്യത്തുള്ളൂ, വേറെ ഒന്നും ചെയ്യത്തില്ല. ഈ ബൈബിൾ സംസാരിക്കുന്ന ചിലരൊക്കെ എന്ന് പറയുമോ, അങ്ങ് ഭയങ്കരമായിട്ട് അറിവും ഞാനും ഒക്കെ ഉള്ളവരായി ബൈബിളിനൊക്കെ കയറി സംസാരിക്കാൻ തുടങ്ങും. പക്ഷെ അതിന്റെ വാലും തനിയൊന്നും അറിയത്തില്ല. വാലും അറിയത്ത കാര്യം എവിടെ തുടങ്ങണം, എവിടെ കൊണ്ട് നിർത്തണം, എവിടെയാ പറഞ്ഞിരിക്കുന്ന, ആരാ പറഞ്ഞിരിക്കുക, എന്താ പറഞ്ഞ അതിന്റെ സാഹചര്യം എന്താ, പശ്ചാത്തലം എന്താ, എന്തോ ഉദ്ദേശത്തിൽ അത് പറഞ്ഞതൊന്നും അറിയാൻ ചെല്ലങ്ങ് പറഞ്ഞു കയറാൻ തുടങ്ങും. അപ്പൊ ഞാനിവിടെ നിങ്ങൾ എന്തറിഞ്ഞിട്ട് എത്ര പറയുന്നേ? പണ്ട് ഞാനിങ്ങനെയൊക്കെയാണ്. എനിക്ക് ബൈബിൾ അറിയത്തില്ല. അത് കത്തോലിക്കനാ, ജനിച്ചു വളർന്ന കത്തോലിക്കനായിട്ടാണ്. ജീവിച്ചതും പള്ളിയിലൊക്കെ 16 വയസ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ബൈബിൾ അറിയത്തില്ല. ബൈബിൾ വീട്ടിലുണ്ടോ, പൂജാപുസ്തകങ്ങൾ വീട്ടിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞാനിത് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ്, വായിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഗ്രഹിക്കാൻ തുടങ്ങിയപ്പോഴാണ്, ദൈവം എനിക്ക് കൃപ തന്നപ്പോഴാണ്, ദൈവികമായ ജ്ഞാനം തന്നപ്പോഴാണ് വാലും തലയും പറഞ്ഞു നടക്കണ്ട, ഇതിന്റെ അടിസ്ഥാനമായിട്ട് അങ്ങ് പറയാൻ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ വചനം വായിക്കണം, വചനം പഠിക്കണം കേട്ടോ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവവചനമാണ്. പ്രവേശനം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്ന് നമുക്ക് കർത്താവ് യേശുക്രിസ്തു ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സമാധാനം നമ്മളെ നിത്യജീവനെ പ്രാപിച്ചെന്നുള്ളതാണ്. എല്ലാറ്റേക്കാളുപരി മരിച്ച നാം നിത്യതയിൽ ഉണ്ടാകുന്നത് ഉറപ്പാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ യോബ് പറയുകയാണ്, അല്ലേലിയ, അവൻ പറയും, എന്നാൽ ഞാൻ നടക്കേണ്ടുന്ന വഴി അവൻ അറിയുന്നു. ഏതാ? യോബ് പറയാൻ, ഞാൻ നടക്കേണ്ടുന്ന വഴി അവൻ അറിയുന്ന. ആരെ? യഹോവ അറിയുന്നു. യോബ് പറയാ, ഞാൻ നടക്കേണ്ട വഴി യഹോവ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും. എന്നെ കേൾക്കുന്ന പോരാട്ടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. പ്രശ്നമില്ലാത്തവരെ നിങ്ങളെപ്പോലൊക്കെ തന്നെ പ്രശ്നമുണ്ടായിരിക്കും. ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ, എല്ലാ ദിവസം പറയാറില്ലേ, ഞാൻ ഒരു ദിവസം എന്തുമാത്രം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയോ? എന്നെ ആർക്കും അറിയത്തില്ല, എനിക്ക് ആരെയും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ മെസ്സേജൊക്കെ പറഞ്ഞതിനടി നമ്പർ ഇട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാവരും ഈ നമ്പറൊക്കെ എടുത്തിട്ട് പാസ്റ്റർ ഇങ്ങനെ വിഷയം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറയാം. പിന്നെ നമ്മൾ കേൾക്കും, കേട്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എന്തുമാത്രം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു ദിവസം. അപ്പൊ ഞാൻ ഓരോരുത്തരും വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഓരോരുത്തർ പ്രശ്നങ്ങൾ ഞാൻ അറിയുമ്പോൾ, അല്ലേ, ഞാൻ എൻ്റെ കഴിഞ്ഞ കാല ജീവിതമൊക്കെ ഓർക്കും. എനിക്ക് പ്രാർത്ഥിക്കാൻ മടിയില്ലാത്ത ആളാണ് കേട്ടോ. ലേറിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ ദൈവസ്ഥലേക്ക് മടങ്ങി വരണം. നിനക്കൊരു ജീവിതം ഈ ഭൂമി തന്നത് അത് വ്യർത്ഥമാക്കി കളയാനല്ല, നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. നിനക്ക് ഭൂമി തന്നിരിക്കുന്ന 70 വയസ്സ് 80 വയസ്സ് ഒരു പക്ഷേ അല്പം കൂടെ മുന്നോട്ട് പോയാലും അത് നീ ലോകത്തിന്റെ കൂത്തുകൾക്ക് വിട്ടുകൊടുക്കാതെ നിന്റെ ജീവിതം ക്രിസ്തുവിന് പ്രസാദമുള്ളതായി, ദൈവത്തിന് പ്രസാദമുള്ള, ദൈവത്തിന് നീ ഒരു സൗരഭ്യവാസിനിയായി, ദൈവത്തിന് നീ ഒരു സുഗ്രാഹ്യമായി അല്ലേ? നീ കർത്താവിന് വേണ്ടി ജീവിക്കണം. നമ്മൾ ലോകത്തിന് വേണ്ടി ജീവിക്കരുത്, കർത്താവിന് വേണ്ടി ജീവിക്കണം. ചിലരൊക്കെ ജീവിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാ, ചിലരൊക്കെ വീട്ടിൽ ജീവിക്കുന്ന മതത്തിന് വേണ്ടിയിട്ടാ, ചിലരൊക്കെ ജീവിക്കുന്നത് എന്തിനാന്ന് അവർക്കും അറിയത്തില്ല. പ്രവേശനോ എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ഇന്ന് ജീവിക്കുന്ന മതത്തിന് വേണ്ടിയിട്ടോ, രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടോ, ഇവിടുത്തെ പദവിക്ക് വേണ്ടിയിട്ടോ, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഇവിടുത്തെ പെണ്ണിനോ പൊന്നിനോ മണ്ണിനോ വേണ്ടിയിട്ടോ ഒന്നിനോ അല്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ നിത്യജീവനെ പ്രാപിച്ച് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. എനിക്കൊരു കാര്യമാണ്, എനിക്കൊരു മരണമുണ്ട്. മരണാനന്ദ ഒരു ജീവിതമുണ്ട്. അത് സ്വർഗത്തിലായിരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്രയോ കുടുംബങ്ങളാണ് തകർന്നു കിടക്കാൻ. കുടുംബ ജീവിതം, കേരളത്തിലെ കുടുംബ കോടതികളെ 30 മറ്റുക. ഈ 30 കുടുംബ കോടതികൾക്കകത്ത് ലക്ഷക്കണക്കിന് കേസുകളെ കെട്ടിക്കിടക്കുന്നേ. യൗവനത്തിൽ ഉഭയസമ്മത പ്രകാരം ഉടമ്പടി ചെയ്ത് വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. ഇന്ന് അത് കോടതിയിലെത്തി. എന്തിനാ? ഡിവോഴ്സ്, വിവാഹമോചനം. ലക്ഷക്കണക്കിന് കേസുകൾ കേരളത്തിലെ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതിൽ നല്ലൊരു ശതമാനം ക്രൈസ്തവ വിശ്വാസികളാണ്. എൻ്റെ പേര് നല്ലൊരു ശതമാനം ക്രൈസ്തവ വിശ്വാസികളാണ്. ഈ ഉഭയസമ്മത ഉടമ്പടിയൊക്കെ ചെയ്ത് വിവാഹം കഴിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്, ദൈവം യോജിപ്പിച്ച് മനുഷ്യൻ വേറെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും എത്ര കേസുകളെ കോടതിയില്? എന്താ? ദൈവഭയം നഷ്ടപ്പെട്ടു പോയി.
ഇയ്യോബെന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് സകലതും നഷ്ടപ്പെട്ടിട്ടും ദൈവത്തുള്ള ഭക്തി മുറുകെ പിടിച്ച് ഇയ്യോബ് മരണം മാത്രം മുന്നിൽ കണ്ടവൻ, എല്ലാവരും ഒറ്റപ്പെട്ടവൻ, ശരീരം വ്രണം പിടിച്ച് പുഴുവരിക്കുക, വേദന കൊണ്ട് പുളയുന്ന സമയത്തും തന്റെ സ്നേഹിതന്മാരെല്ലാം തന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ഇയ്യോബ് അതരം കൊണ്ട് പാപം ചെയ്തില്ല. ഇയ്യോബ് അതരം കൊണ്ട് പാപം ചെയ്യാതെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്നവനാ ഇയ്യോബ്. അവസാനം യോബിന്റെ സ്ഥിതി എന്തായി? ഹല്ലേലൂയ യോബ് 42-ാം അധ്യായത്തിൽ ഇവർ നിനക്കൊരു കാര്യം അസാധ്യമല്ല, ഹല്ലേലൂയ നിനക്ക് കഴിയാത്തതൊന്നുമില്ല യോബ് പറയാ. യോബ് 40-10 വന്നപ്പോ എന്താണ് കാണുന്നത്? അവൻ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. അവന് മുമ്പ് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം ഇരട്ടിയായിട്ട് കൊടുത്തു. ഹല്ലേലൂയ. അതെ, യോബ് പറയ എന്റെ ശോധന കഴിച്ച പൊന്നുപോലെ പുറത്തു. അത്ര കൃത്യ ജീവിതം നയിച്ചത് കൊണ്ടാണ് യോബിന്റെ ജീവിതം പിന്നത്തേതിൽ അനുഗ്രഹിക്കപ്പെട്ടത്. നഷ്ടപ്പെട്ടു പോയ ആടുമാടുകൾ എല്ലാം കൊടുത്തു. ഹല്ലേലൂയ എല്ലാം കൊടുത്തു. നഷ്ടപ്പെട്ടു പോയ 10 മക്കളായിരുന്നു, അല്ലെ 3 പെൺപിള്ളാരും 7 ആൺപിള്ളാരും. ആ 10 മക്കളെ കൂടെ വീണ്ടും കൊടുത്തു. അപ്പൊ 20 മക്കള്. മരിച്ചുപോയ 10 മക്കൾ സ്വർഗത്തിലുണ്ട്. പിന്നെ യോബിന് എന്ത് ചെയ്തു? 10 മക്കളെ കൂടെ ദൈവം കൊടുത്തു. അപ്പൊ എത്ര മക്കളെ? 20 എല്ലാം ഡബിളായിരുന്നു. എല്ലാം ഇരട്ടിച്ചു കൊടുത്തല്ലോ. ഇതെല്ലാം യോബിന്റെ ഭാര്യയാണ്. ആദ്യം യോബിന്റെ ഭാര്യ 10 പെറ്റു, പിന്നെ രണ്ടാമത് യോബിന്റെ ഭാര്യ 10 കൂടെ പെറ്റെന്നുള്ളതാണ്. അല്ലേ പ്രസവിച്ചു കേട്ടോ. എന്താ അവളാ ഈ പറഞ്ഞത്? നീ ഭക്തി മുറുകെ പിടിക്കാൻ, നീ ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ പറഞ്ഞ ഇവളുടെ ജീവിതത്തിൽ ഇവളിലൂടെ തന്നെ ദൈവം വീണ്ടും എന്ത് ചെയ്തു? 10 കുഞ്ഞുങ്ങൾ കൂടി ജന്മം നൽകി. അല്ലേ ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ലെന്നേ. നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാണ് നമ്മൾ രുചിച്ചറിയണം. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവേ, ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഏത് കഠിനമായ ശോധനയോട് കടന്നുപോയാലും നിന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ കേരളത്തിലും ഭാരതത്തിലും ലോക രാജ്യങ്ങളിൽ ഏതെങ്കിലും ഭാഗത്ത് നീ ജീവിതം രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ ഉയരണം എന്നൊക്കെ ഓർത്ത് ജീവിതത്തിൽ നന്മ കാണണം, ഹല്ലേലൂയ എന്നൊക്കെ ഓർത്ത് നീ ഏതെങ്കിലും രാജ്യത്തിനകത്ത് നീ കടന്നുപോയി ജോലിയിലോ ഏതെങ്കിലും മേഖലയിൽ നീ കഷ്ട സഹിക്കുന്നുണ്ടെങ്കിൽ, നിന്ദിക്കപ്പെടും, അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെട്ടു പോകുക. യോബിനെ പോലെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തും. കടക്കണിയാണോ ദൈവം മാറ്റിത്തരും, രോഗമാണോ മാറ്റിത്തരും, സങ്കടമാണോ മാറ്റിത്തരും, ദുഃഖമാണോ മാറ്റിത്തരും, കുടുംബജീവിതം ചിന്ന ഭിന്നമായതാണോ ദൈവം യഥാസ്ഥാനപ്പെടുത്തി തരും. നിന്റെ മദ്യപാനമാണോ ദൈവം മാറ്റുമെന്ന്, നിന്റെ മക്കളെ അനാവശ്യമായി വഴിവിട്ട ജീവിതമാണോ ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ എല്ലാ നിലയിലും ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു വ്യവസ്ഥ, നീ ദൈവത്തെ അറിയണം, അവന്റെ വചനം അനുസരിക്കണം, പ്രമാണം അനുസരിക്കണം, പ്രമാണത്തിൽ നിൽക്കണം, വിശുദ്ധ ജീവിതം നയിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണേൽ എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെ ആരും പെട്ടെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്താൽ സ്വർഗം കാണും. എന്ത് ചെയ്താൽ, നീ എന്ത് പാപം ചെയ്താൽ മനുഷ്യനെ മറയ്ക്കാം, ഭാര്യയെ മറയ്ക്കാം, മക്കളെ മറയ്ക്കാം, അപ്പനെ അമ്മയെ മറയ്ക്കാം, ബന്ധുക്കളെ മറയ്ക്കാം, സഭയെ മറയ്ക്കാം, ഇടയന്മാരെ മറയ്ക്കാം, ദൈവത്തെ മറയ്ക്കാം, കോടതിയെ മറയ്ക്കാം, എവിടെ നിനക്ക് മറയ്ക്കാം. പക്ഷെ നിന്റെ പാപം ദൈവത്തിന് മറയ്ക്കാൻ പറ്റത്തില്ല. അതിന് എബ്രായലേഖനം 4:13 വായിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ കണ്ണ് നഗ്നവും മലർന്നുമായി കിടക്കുന്നു. അവര് മറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയില്ല. അവരുമായിട്ടാകും നമുക്ക് കാര്യം. അവിടെ കർത്താവിനെ മറച്ച് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഇന്ന് പള്ളി പതനം കേൾക്കുന്ന സ്വഭാവി, നീ കടന്നു പോകുന്ന ഏത് മേഖലയിലായിരുന്നാലും ദൈവം നിന്നെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ വെളിപ്പാട് പുസ്തകം വായിക്കും 21-ാം അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കണ്ട്, ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ജയിക്കുന്നവൻ, ഈ ലോകത്തെ ജയിക്കുന്നവൻ, പാപത്തെ ജയിക്കുന്നവൻ, സാത്താനെ ജയിക്കുന്നവൻ, ഈ ലോകത്തിന് അധാർമ്മികതയെ ജയിക്കുന്നവൻ, അശുദ്ധിയെ ജയിക്കുന്നവൻ, ഇവിടുത്തെ ജഡിക സുഖങ്ങളെ ജയിക്കുന്നവൻ, വിശുദ്ധനായി നിൽക്കുന്ന ജയിക്കുന്നവന് ഹല്ലേലൂയ ഇനി ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഹല്ലേലൂയ. അത് നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണം കേട്ടോ. ഈ ലോകത്തിന് വേണ്ടി ആകരുത്. ലോകം നമുക്ക് വേണ്ട സ്വഭാവം, ലോകം വേണ്ട. നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ലോകം വേണ്ട. അല്ലെങ്കിൽ നമുക്ക് യേശു മതി, നമുക്ക് കർത്താവ് മതി. അല്ലെങ്കിൽ ഇവിടെയൊക്കെ താൽക്കാലിക ജീവിതമാണ്. ഇവിടെ ഈ ജീവിതമൊക്കെ നമ്മളെ ഒഴി, ഈ കൂടാരമൊക്കെ നമ്മൾ വിട്ടു പോകും. നിത്യതയിലെത്തണം. നീ നിത്യതയിലുണ്ടാകും. ഇന്ന് നിന്റെ പ്രാണനെ വിട്ട് ഇന്ന് നീ മരിച്ചാൽ നീ നിത്യതയിലുണ്ടാകുമോ? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ?
പേർ വിളിക്കുമ്പോൾ നീ കാണുമോ? ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ നീ രൂപാന്തരപ്പെടുമോ? ഹല്ലേലൂയ. ചില ചോദ്യചിഹ്നങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടാകട്ടെ. യോബിനെ പോലെ പറയുവാൻ കഴിയുമോ നിനക്ക്? എന്റെ ശോധന കഴിച്ചാൽ പൊന്നു പോലെ പുറത്തു വരുമെന്ന് നിനക്ക് പറയാൻ കഴിയുമോ? സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിന് എന്ന പോലെ ചെയ്യുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ലോകം വേണ്ട കേട്ടോ, ലോക ജീവിതം വേണ്ട, ഇവിടുത്തെ ഒരു സുഖങ്ങളും വേണ്ട. കർത്താവ് മതി, ജീവിതത്തിൽ യേശു മതി. ഞാൻ അങ്ങനെ തീരുമാനം എടുത്ത വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ മരണത്തെ മുഖാമുഖമായി കണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ലോകം വേണ്ട, ലോകസുഖം വേണ്ട, ഇവിടുത്തെ ഒന്നും വേണ്ട, എനിക്ക് അങ്ങ് മാത്രം മതി. അവിടെ തന്നെ അങ്ങ് സ്വീകരിക്കണം, അവിടുത്തെ മകനായി എന്നെ ചേർക്കണം, അങ്ങ് എൻ്റെ പിതാവായി എന്നിൽ വസിക്കണം, അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്യും പഠിപ്പിക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞ ആളാകട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ കഴിഞ്ഞ് 25 വർഷമായിട്ട് ഹല്ലേലൂയ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുക. ഹല്ലേലൂയ. സമാധാനമുണ്ട്. കണ്ണുകളടച്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ വായിച്ച വചനം എന്താണ്? യോബിന്റെ പുസ്തകം 23-ാം അധ്യായം 10-ാം വാക്യമാണ്. ഹല്ലേലൂയ. എന്താണ് എഴുതിയിരിക്കുന്നത്? എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ പൊന്നുപോലെ പുറത്തു വരും. പറയണം കേട്ടോ, നമുക്ക് പറയണം. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചെറിയവരും വലിയവരുമായിരിക്കുന്ന കോടാനുകൂടി ജനം, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ 800 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പാപത്തിന്റെ വശീകരണത്തിനകത്ത് അകപ്പെട്ട് ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന മദ്യത്തിനും മയക്കുമിനും ശേഖരിക്കുക, ഈ ലോകത്തിന്റെ തീവ്രവാദ ഭീകര വർഗീയതയിൽ മതത്തിനു വേണ്ടി രാഷ്ട്രീയത്തിന് അടിച്ചും കലകത്തിന്റെ രക്തം ചുരിഞ്ഞും ഈ ലോകത്തിന്റെ കഠിനമായ ചെളിക്കുണ്ടിൽ പാപത്തിന് വീണ് കിടക്കുന്ന കോടാനുകൂടി ജനത്തിന്റെ വിടുതലിന് വേണ്ടി മത നേതാക്കന്മാർ, ആമേൻ, വിശുദ്ധിയുടെ വേഷം ധരിച്ച് നടക്കുന്ന അനവധി ആളുകൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാരി, നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അടക്കം ഹല്ലേലൂയ അനവധി ആളുകളെ ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ശൈശവത്തിനും ബാല്യത്തിനും കൗമാരി യൗവനത്തിനും വാർത്തനിരാനും വൃത്തരവശന യാചകർ, ഓർഫണേജ്, ഓട്ടനിവ തടവറയിലായിരിക്കുന്ന ജനത്തിനായി കർത്താവേ, ദൈവമില്ലെന്ന് പറഞ്ഞ് നടക്കുന്ന അനവധി ആളുകൾ എല്ലാ ജനത്തെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ചെറിയവരും വലിയവരുമായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, യോബിനെ പോലെ ഇവർക്ക് പറയാൻ കഴിയണം, എന്നെ ശോധനയിൽ പൊന്നുപോലെ പുറത്തു വരുവാൻ കഴിയുന്നു പറയുന്ന കാര്യം ഒരുക്കമുള്ള ഒരു വലിയ കൂട്ടം ജനത്തെ ഒരുക്കണമേ. ഈ ലോകം മുഴുവൻ പാപമാണ്, പാപത്തിന്റെ വശീകരണം, പാപത്തിൽ വീണ് ജനം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജനം സ്വസ്ഥമായി തീരും. കർത്താവിന് വേണ്ടി ജീവിക്കാൻ വിശുദ്ധ ജീവിതം കർത്താവിന്റെ വരവിനായി ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തും ഞങ്ങളുടെ നീതി വെളിപ്പെടണം. യേശു കർത്താവിന്റെ വിടിയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.